നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 അതിലെ കോംപ്ലക്സ് നമ്പർ എന്ന ഒരു സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലാദ്യം എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് അറിയണം. എ കോംപ്ലക്സ് നമ്പർ ഈസ് എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം a plus ib where a and b are real numbers and I is the imaginary unit defined as square root of -1. A is called the real part and B is called imaginary part. അപ്പോൾ എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയാണ്? എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സൊക്കെ എന്താണ്? കോംപ്ലക്സ് നമ്പറാണ്. അതിൽ എനെ വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട്, ബി പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. കൂടാതെ ഐയുടെ വാല്യൂ ഐ is equal to √-1 ആണ്. ഇതാണ് നമുക്കിതിൽ മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ 3 + 2i ഈസ് എ കോംപ്ലക്സ് നമ്പർ വേർ 3 ഈസ് ദി റിയൽ പാർട്ട് ആൻഡ് 2 ഈസ് ദി ഇമാജിനറി പാർട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ പ്ലസ് ഐ ബി ആണെങ്കിൽ എ എന്തായിരുന്നു റിയൽ പാർട്ട്, ബി പറയുന്നത് ഇമാജിനറി പാർട്ട്. ഇവിടെ എയുടെ സ്ഥാനത്ത് 3യും ബിയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ നമുക്ക് 3 ഈസ് ദി റിയൽ പാർട്ട് ആൻഡ് 2 ഈസ് ദി ഇമാജിനറി പാർട്ട് എന്ന് പറയാൻ പറ്റും. അതുപോലെയാണ് മറ്റേ എക്സാമ്പിളൊക്കെ -2 + i√3 എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. -13 - 3i അതും എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഇനി 5 ഒരു കോംപ്ലക്സ് നമ്പർ ആവുമെന്ന് ചിലർക്ക് ഇതിന് സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 + 0i എന്ന് എഴുതണേ കൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ 5നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 + 0i എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ 5 എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. അതുപോലെ -7i ഈസ് എ കോംപ്ലക്സ് നമ്പർ. കാരണം -7i നമുക്ക് എങ്ങനെ എഴുതാം? 0 - 7i എന്ന് എഴുതാം അല്ലേ? അപ്പോൾ -7i എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഇനി ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അവിടെ മോഡ് z is equal to നമ്മൾ പഠിക്കേണ്ട കാര്യം മോഡ് z is equal to √(a² + b² ആണ്. എന്ത് മോഡ് z എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ആണ് എന്ത്? മോഡ് z is equal to √(a² + b² എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ദി മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ. അല്ലെ, ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് മോഡ് z is equal to √(a² + b² എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത്. ഇനി ആ ആംപ്ലിറ്റ്യൂഡിനെ തന്നെ നമ്മൾ വേറൊരു പേരിലും വിളിക്കുന്നുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഓർ ആർഗ്യുമെന്റ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? സെയിം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് θ is equal to tan inverse b/a എന്ന് പറയുന്നതാണ് എന്ത്? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ, ഇപ്പോൾ z is equal to 3 + 4i ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിന്റെ മോഡ് z നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? √3² + 4² അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √3² എന്ന് പറഞ്ഞാൽ 9 + 4² എത്രയാണ്? 16 is equal to √25 is equal to 5. അപ്പോൾ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ z is equal to 3 + 4i ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കും? √3² + 4². കാരണം a² + b² ആണ്. എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 3 ആണ്. ബിയുടെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ √3² + 4², √3² എന്ന് പറഞ്ഞാൽ 9 + 4² 16 is equal to √9 + 16 എന്ന് പറഞ്ഞാൽ 25 is equal to എന്ത് പറയാം? √25 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ? ഇനി ഇതേപോലെ 3 + 4i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിന്റെ എന്തും കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കാം. ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? θ is equal to tan inverse b/a ആണ് അല്ലേ? അപ്പോൾ is equal to tan inverse
ബിയുടെ സ്ഥാനത്ത് എന്താണ് 4 അല്ലേ? അപ്പോൾ 4/3 ഇതാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവറായിട്ടുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും അതുപോലെ അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാനും. അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കില്ല. അപ്പം മോഡുലസ് കണ്ടുപിടിക്കുക, മോഡ് z √(a²+ b²), ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, തീറ്റ tan ഇൻവേഴ്സ് b/a ആണ്. അപ്പം ഇത് രണ്ടും ഓർത്ത് വെക്കണം, മറക്കാൻ പാടില്ല. നെക്സ്റ്റ് ഒന്നും കൂടെ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്താന്നുള്ള കാര്യങ്ങൾ. മോഡ് z √(a²+ b² ആണെന്ത് മോഡ് z എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡുലസ്. ഇനി ആംപ്ലിറ്റ്യൂഡ് ഓർ ആർഗ്യുമെന്റ് തീറ്റ tan ഇൻവേഴ്സ് b/a. ഇനി പോളാർ റെപ്രസെൻറ്റേഷൻ ആണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ റെപ്രസെൻറ്റേഷൻ. ഇവിടെ z r × cos θ + i sin θ എന്ന് പറയുന്നതാണ് എന്ത് പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ z r × cos θ + i sin θ ആണ് എന്ത് പോളാർ റെപ്രസെൻറ്റേഷന്. അവിടെ തീറ്റ എന്ന് പറഞ്ഞ എന്താണ് ആംപ്ലിറ്റ്യൂഡ്. അതെങ്ങനെ കണ്ടുപിടിക്കും? തീറ്റ tan ഇൻവേഴ്സ് b/a ആണ്. ആർ എന്ന് പറയുന്നതാണ് എന്ത് മോഡ് z, മോഡുലസ് തന്നെയാണ് എന്ത് ആർ എന്ന് പറയുന്നത്. അപ്പം അത് മറക്കണ്ട. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ സെക്ഷനിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് അഡിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യണം, എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യണം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യം അഡിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, രണ്ട് കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 5 + 6i എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അതിന് 7 - 3i എന്ന് പറയുന്ന വേറൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആഡ് ചെയ്യാണ്. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? 5 + 6i + 7 - 3i. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽ പാർട്ടുകളേനെ ഒരുമിച്ച് ചെയ്യും, ഇമാജിനറി പാർട്ടുകളേനെ ഒരുമിച്ച് ചെയ്യും, അല്ലെങ്കിൽ ഐ ഉള്ളവരെ ഒരുമിച്ച് ചെയ്യുക, ഐ ഇല്ലാത്തവരേനെ ഒരുമിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എക്സും വൈയും ഉള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ എക്സുകളെ ഒപ്പം ചെയ്യുക, വൈകളെ ഒപ്പം ചെയ്യല്ലേ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുക? ഐ ഇല്ലാത്ത ടേമുകളെ ഒരുമിച്ച് ചെയ്യുക, ഐ ഉള്ള ടേമുകളെ ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ ഐ ഇല്ലാത്തതെന്ന് പറയുമ്പോൾ 5ഉം 7ഉം ആണ്. അപ്പോൾ ഒന്ന് ആദ്യം ഒന്ന് എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്ത് എഴുതി. എങ്ങനെ എഴുതി? 5 + 7 + 6i - 3i. 5 + 7 എന്ന് പറഞ്ഞാൽ 12 ആണ്. 6i ന്ന് 3i പോയാൽ 3i എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ കോംപ്ലക്സ് നമ്പറുകളെ തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യൽ പൊതുവെ എന്താണ് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. റിയൽ പാർട്ടുകളെ ഒരുമിച്ച് ചെയ്യുക, ഇമാജിനറി പാർട്ടുകളെ ഒരുമിച്ച് ചെയ്യുക. നെക്സ്റ്റ് സബ്സ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, രണ്ട് കോംപ്ലക്സ് നമ്പറുകളെ എങ്ങനെയാണ് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അഡിഷൻ പോലെയല്ല സബ്സ്ട്രാക്ട് ചെയ്യണ കാര്യം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാം പൊതുവെ മൈനസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെയും മൈനസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം 3 + 5i അതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം -8 അവിടെ അങ്ങനെ -8 എഴുതി. ഇനി മൈനസ് ഇൻറ്റു +2i. അപ്പം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താവും? നെഗറ്റീവ് ആവും. പിന്നെ 2i അല്ലേ? ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഐ ഉള്ളവരെ ഒരുമിച്ച് ചെയ്യുക, ഐ ഇല്ലാത്തവരേനെ ഒരുമിച്ച് ചെയ്യുക. അപ്പം ഐ ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 3 - 8. 3 - 8 എന്താണ്? -5. ആ -5 ഇവിടെ എഴുതി. ഇനി 5i - 2i. 5i ന്ന് 2i പോയ എത്രയാണ്? 3i. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഇതിനെ -5 + 3i എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്? സബ്സ്ട്രാക്ട് ചെയ്യണത്. ആഡ് ചെയ്യാൻ പഠിച്ചു, സബ്സ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് i² വാല്യൂ എന്താണെന്നുള്ളത്. ഐ എന്ന് പറയുന്നത് √-1 ആണ്, i² എന്ന് പറയുന്നത് -1 ആണ്. അത് മറക്കാൻ പാടില്ല. i = √-1, i² എന്താണ്? -1 ആണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 + 2i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ 4 + 5i എന്ന് പറയുന്ന വേറൊരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളറിയാം മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൈനസിന് ഉള്ളിലോട്ട് കൊടുത്തിട്ടാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ
ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ 3നെ +5y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് +2iനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് +2iനെ +5y കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 12 എന്ന് കിട്ടും. ഇനി 3 × +4i എന്ന് പറയുമ്പോൾ +15i കിട്ടും. ഇനി നെക്സ്റ്റ് +2i × 4, അപ്പോൾ എന്ത് കിട്ടും, +8i എന്ന് കിട്ടും. ഇനി +2i × +5i, അപ്പോൾ +10i² എന്ന് കിട്ടും. ഇനി നോക്കേണ്ടത് 10i² എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അപ്പോൾ 10 × i² വാല്യൂ എന്താണ്, -1. അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം, -10 ആവുമല്ലോ 10i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 10i² പകരം നമുക്ക് എന്ത് കൊടുക്കാം, -10 കൊടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായി, 12 + 15i + 8i -10i. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ i ഇല്ലാത്ത പാർട്ടുകളെ ഒരുമിച്ച് ചെയ്യുക, i ഉള്ള പാർട്ടുകളെ ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ i ഇല്ലാത്ത പാർട്ട് എന്ന് പറയുമ്പോൾ ഏത് വരും, 12 -10 12 - 10 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടും. നെക്സ്റ്റ് ഏതാണ്, 15i + 10i 15i + 10i എന്ന് പറഞ്ഞാൽ 23i എന്ന് കിട്ടും. നമ്മളെ ഫൈനൽ ആൻസർ എന്താണ്, 2 + 23i ആണ് എന്ത് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3നെ കൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3നെ 5i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ടേം ഏതാ, +2i, അതിനെ കൊണ്ട് മറ്റേ ബ്രാക്കറ്റിലുള്ള ഓരോരുത്തരെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ +2i × 4 +2i × +5i. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ പാർട്ടിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പഠിച്ചു അല്ലേ. കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷന്, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കി, മോഡുലസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. മോഡുലസ് = √(a² + b²). അതിൻ്റെ എക്സാമ്പിൾ നോക്കി, എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, θ = tan ഇൻവേഴ്സ് b/a. പിന്നെ മോഡുലസും ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കായിട്ടുള്ള ഒരു ബോക്സ് പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്, അത് നോക്കുക. പോളാർ റെപ്രസെൻറ്റേഷന് z = r × cos θ + i sin θ. അവിടെ r എന്ന് പറയുന്നതാണ് മോഡുലസ്, തീറ്റ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. പിന്നെ അഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് നോക്കി, സബ്സ്ട്രാക്ഷൻ നോക്കി, മൾട്ടിപ്ലിക്കേഷൻ നോക്കി. അപ്പോൾ ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. താങ്ക് യു.